ഇതന്നെയാണ് കയ്യിൽ താളും പരിപ്പും കൂടെ ഒരു അരച്ചു കൂട്ടണക്കാൻ പോവുകയാണ്. മഴയല്ലേ, കർക്കിടക മാസമല്ലേ. നമ്മൾ ഇതിന് മുമ്പും ചെയ്തിട്ടുണ്ട്. അത് ഉള്ളിയും താളും കൂടെ വറുത്തരച്ചൊരു കറിയായിരുന്നു. ഇതൊക്കെ അരച്ചു കൂട്ടാക്കിയിട്ട് ഒരു പരിപ്പ് ചേർത്തൊരു കറിയാണ് ഇണക്കുന്നത്. കഴുകിയെടുക്കണം. താളിന്റെ ഇത് തലയൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് നമുക്ക് കഴുകിയെടുക്കാം. പരിപ്പും ഉള്ളിയും കൂടെ നമുക്ക് കുക്കറിൽ വേവിച്ചിട്ട് താളിൻ്റെ പണിക്ക് പോകാം. താള് പടം കോന്തി അരിഞ്ഞ് പിന്നെ റെഡിയാക്കണം. ഇതിപ്പോൾ നമ്മളിത് കുക്കറിലോട്ട് വെക്കാം. കൊച്ചുള്ളി, പച്ചമുളകും വെളുത്തുള്ളി, ഇതിലൊരു 2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് നമുക്കിത് അടപ്പത്ത് വെക്കാം. നമുക്കിത് വെള്ളം ഒഴിക്കാം. ഇവിടെ ഇരുന്ന് വേകട്ടെ. നമുക്ക് താളിൻ്റെ പണിക്ക് പോകാം. താളും പരിപ്പും കൂടെ കറിയാക്കുന്നതിനുള്ള സാധനങ്ങളാണ് ഇരിക്കുന്നത്. തേങ്ങ 1 മുറി ചിരണ്ടിയത്, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, ജീരകം, ഉലുവായും കടുകും വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് വറപൊട്ടിക്കാനുള്ള സാധനമാണ് ഇരിക്കുന്നത്. വറക്കുള്ള തരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ മഞ്ഞൾപ്പൊടിയും ചേർക്കണം. പിന്നെ നല്ല ചാണകപ്പുളി കൂടി പിഴിഞ്ഞൊഴിക്കണം. ഇച്ചിരി, ഒരുപാട് വേണ്ട, ഇച്ചിരി. ഇതേപോലെ ഇതിൻ്റെ ഈ തൊലി ഇങ്ങനെ എടുത്ത് കളയണം. കണ്ട, എന്നിട്ടാണ് നമ്മൾ കട്ടിങ് ചെയ്യണ ഇതിലോട്ട് വെച്ച് അരിയുന്നത്. കർക്കിടക മാസത്തിൽ ഈ താള് നല്ലതാണ്. ഇരുമ്പിൻ്റെ ഒരു അംശമൊക്കെ ഉള്ളതാണ് ഈ താളിൽ നിന്ന്. അതുകൊണ്ട് താള് എപ്പോഴും കർക്കിടകത്തിൽ എങ്ങനെയായാലും ഒരു 4-5 കറിയെങ്കിലും ആളുകൾ വെക്കും. മീൻ കിട്ടാഞ്ഞിട്ടല്ല, മീനും ഇല്ലല്ല. മീന് വളരെ മോശമാണല്ലോ മീനിൻ്റെ കാര്യം. ഇത്
വേവ് കുറവുള്ളതായത് കൊണ്ട് എളുപ്പം വേകണ സാധനമാണ്. നമുക്കിത് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഉപ്പോ ഇച്ചിരി എണ്ണയും കൂടെ. എല്ലാവർക്കും ചൊറിയല്ല, ചില ആളുകൾക്ക് ഇത് താള് ചൊറിയും. അപ്പം നമുക്കിത് ഒന്ന് കാണിച്ചേക്കാം. ഇച്ചിരി ഉപ്പും വെളിച്ചെണ്ണയും കൂടെ തിരുമ്മി നമുക്കിത് വറയിലിട്ടിടാം. നമുക്കിത് വറവൊട്ടിച്ച് വറയിലിട്ടിടാം. കടുകിടാം, ഉലുവ ഇടാം. ഇത് ഇച്ചിരി ചെറിയ രീതി വറകൊടുത്ത് ഇപ്പോൾ താളരിഞ്ഞ് അതിലേക്ക് ഇടാം. ഉപ്പ് എണ്ണയും പുരട്ടിയതാണ്. നമുക്ക് പിന്നെ ഇനി പോരെങ്കിൽ ചേർത്താൽ മതി. പരിപ്പിലും ലേശം ഉപ്പിട്ടാണ് വേവിച്ച് വെച്ചിരിക്കുന്നത്. ഇത് മൂടി വെച്ച് വേകണം. ഒരുപാട് വേവില്ലാത്തതാണ്, എളുപ്പം എന്ത് കിട്ടും. വേണം തേങ്ങ ചിരണ്ടിയത് 1 മുറി, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, ജീരകം, ഇത്തിരി വെള്ളമൊഴിച്ച് നമുക്കിത് മിക്സിയിൽ അരക്കാം. വെന്തിരിക്കണമെന്ന് നോക്കാം. പരിപ്പ് ഉള്ളിയും പച്ചമുളകും ഒക്കെ വെന്തിരിക്കുകയാണ്. കണ്ട, ഇത് നമുക്ക് താളിലേക്ക് ഒഴിച്ചിട്ട് വേണം ഈ അരപ്പ് ചേർത്ത് വറ കൊടുത്ത് ഇറക്കാൻ. താള് വെന്താന്ന് നോക്കട്ടെ. ഒരുവിധം വേവായിട്ടുണ്ട്. ഒന്നുകൂടെ വേകട്ടെ, എന്നിട്ട് നമുക്ക് അരച്ചണ്ട് വരാം. താള് വെന്തിട്ടുണ്ട്. നമുക്ക് പരിപ്പ് അതിലേക്ക് ചേർക്കാം. അരപ്പ് ചേർത്ത് നമുക്കിത് ലേശം ചാണകപ്പൊടി പിഴിഞ്ഞൊഴിക്കണം. ചൊറിച്ചിലുള്ളതാണ് ഈ താളിനെന്ന് പറഞ്ഞ്. ഒരുപാട് വേണ്ട. മോരൊഴിക്കണ ആളുകളും ഉണ്ട്. ഉപ്പുണ്ടാന്ന് നോക്കട്ടെ. ഇത്തിരി ഉപ്പ് കൂടെ ഇടണം. പരിപ്പും താളും കൂടെ അരച്ചു കൂട്ടിയതാണ്. ഇനി വറ കൊടുക്കണം. കടുകിട്ട് ഇത് വറ കൊടുത്ത് ഇതിൻ്റെ പുറത്തോട്ട് ഒഴിക്കാം. ആദ്യം ഒന്ന് വറ പൊട്ടിച്ചാണ് നമ്മൾ താള് വേവിച്ചത്. കൊച്ചുള്ളി, വേപ്പില, ഉണക്കമുളക് എല്ലാം കൂടെ ചേർത്തൊരു വറ കൊടുക്കലാണ്. കറി റെഡി. നമുക്ക്
ഞങ്ങൾ ഇന്ന് താളും പരിപ്പും കൂടി ഒരു അരച്ചുകൂട്ട് കറിയാണ് ഇണക്കിയത്. അത് ഇണക്കുന്ന വിധം എല്ലാവരും കണ്ടല്ലോ. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.